പൂച്ചയുടെ സമ്മാനം. സോഫിയ എന്ന കുട്ടി മിടുമിടുക്കിയായിരുന്നു. മറ്റു കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടേ, പക്ഷെ അതിനുള്ള പണം ഇല്ലായിരുന്നു. കാട്ടിൽ നിന്ന് പഴങ്ങൾ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റാണ് അവൾ ജീവിച്ചിരുന്നത്. ഒരിക്കൽ പഴങ്ങളുമായി തിരിച്ചു വരികയായിരുന്നു സോഫിയ. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് സോഫിയ നോക്കി. അതാ വലിയൊരു മരക്കൊമ്പിനടിയിൽ ഒരു പൂച്ചക്കുട്ടി മുറിവ് പറ്റി കിടക്കുന്നു. സോഫിയ വേഗം മരക്കൊമ്പ് പൊക്കി മാറ്റി പൂച്ചക്കുട്ടിയെ എടുത്തു. എന്നിട്ട് പഴക്കുട്ടയിൽ വെച്ചു. വീട്ടിലെത്തിയ സോഫിയ ഒരു ചെറിയ കുട്ടയിൽ തുണി വിരിച്ച് പൂച്ചക്കുട്ടിയെ കിടത്തി. എന്നിട്ട് അതിന്റെ മുറിവുകളില് മരുന്ന് വെച്ചു. പൂച്ച സോഫിയയെ നോക്കി സ്നേഹത്തോടെ കരഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. പൂച്ചക്കുട്ടിയുടെ മുറിവെല്ലാം ഉണങ്ങി. നാളെ മുതൽ നടക്കാറാകും കേട്ടോ പൂച്ചക്കുട്ടി, സോഫിയ പൂച്ചക്കുട്ടിയോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സോഫിയ നോക്കുമ്പോഴതാ പൂച്ചക്കുട്ടിയുടെ കുട്ട ഒഴിഞ്ഞു കിടക്കണു. അവൾ അവിടെ എല്ലാം നോക്കി, പക്ഷെ പൂച്ചക്കുട്ടിയെ കണ്ടില്ല. കുറച്ചു നാള് കഴിഞ്ഞു. ഒരു ദിവസം സോഫിയ കാട്ടിൽ നിന്ന് പഴങ്ങളുമായി വരുന്ന വഴി ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടു. അവൾ സോഫിയയ്ക്ക് ഒരു ചെറിയ സമ്മാനപ്പൊതി കൊടുത്തിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. സോഫിയയ്ക്ക് അത്ഭുതമായി. അവൾ വീട്ടിലെത്തി സമ്മാനപ്പൊതി തുറന്നു. അതിലൊരു വലിയ തുന്നൽ സൂചിയായിരുന്നു. ഇതെന്തിനാ? എനിക്ക് തുന്നൽ അറിയില്ലല്ലോ. സോഫിയ സൂചി മേശപ്പുറത്ത് വെച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴല്ലേ അത്ഭുതം, മേശപ്പുറത്ത് മനോഹരമായ ഒരു ഉടുപ്പ്, അടുത്ത് തുന്നൽ സൂചിയും. ആ പൂച്ചക്കുട്ടി തന്ന സമ്മാനമായിരിക്കോ ഈ സൂചി? സോഫിയയ്ക്ക് തോന്നി. പിറ്റേന്ന് മേശപ്പുറത്ത് ഉടുപ്പ് കണ്ടു. അതൊരു പതിവായി. മാന്ത്രിക സൂചി തുന്നിയ ഉടുപ്പുകൾ വാങ്ങാൻ ആളുകൾ വന്നതോടെ സോഫിയയുടെ കഷ്ടപ്പാടെല്ലാം മാറി. സോഫിയയും മറ്റു കുട്ടികളെ പോലെ പഠിക്കാൻ പോയി തുടങ്ങി.